ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലെ ഈ ഒരു വർഷം തന്നെ. അതായത് ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 10th പ്രിലിംസ് വരുന്നുണ്ട്, പിന്നെന്താണ് BFA-യുടെ എക്സാം വരുന്നുണ്ട്, മെയിൻ എക്സാം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങണം അല്ലെ. അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ PSC നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 70/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇവിടെയുള്ള ഈ ഒരു എന്താണ് ചരിത്രപരമായ സംഭവങ്ങൾ എന്താണ് കാലഗണനാ ക്രമത്തിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ക്രമം ഏതാണെന്ന് നോക്കാം. എന്താണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ക്രമം. ഓപ്ഷൻ ബി ആണ് 2413. അതായത് ഈഴവ മെമ്മോറിയൽ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെന്താണ് വൈക്കം സത്യാഗ്രഹം, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ പാലിയൻ സത്യാഗ്രഹം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ആണ് വരുന്നത്. ഓരോന്നിന്റെയും വർഷമൊക്കെ ഒന്ന് നോക്കിയാലോ. ഈഴവ മെമ്മോറിയൽ ഏതാണ് വർഷം? 1896 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. പിന്നെ വൈക്കം സത്യാഗ്രഹം 1924 25 നടക്കുന്നത്. അതുപോലെ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് 1931 കേട്ടോ. 31 32 ഓക്കെ. പാലിയം സത്യാഗ്രഹം എന്നാണ് നടക്കുന്നത്? 1947 1947 ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് വർഷം. അടുത്തത് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണെന്നാണ് കേട്ടോ. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നതാണ് ചേറ്റൂർ ശങ്കരൻ നായർ കേട്ടോ, അല്ലെങ്കിൽ C ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ് കേട്ടോ. ആർക്കാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ലോർഡ് കൈസൺ ആണ് കേട്ടോ. ലോർഡ് കൈസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഇതിലെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത്. ഓക്കെ, 4ന്റെ ആൻസർ എല്ലാം ശരി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ആത്മവിദ്യാസംഘം വാഗ്മടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതമം. അടുത്തത്, സമത്വ സമാജം എന്ന ബഹിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? നമുക്കറിയാം ആരാണ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. അപ്പൊ വർഷവും കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്യുക. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ ഉണ്ട്. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 7ാമത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ചൗരി ചൗരാ സംഭവമാണ് അല്ലെ. ചൗരി ചൗരാ സംഭവം. അടുത്തത്, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് കേട്ടോ. ഓപ്ഷൻ എ ബംഗാൾ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഇമ്പോർട്ടന്റ് ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ഇന്ത്യൻ നാഷണൽ INC-യുടെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിനാണ് എന്നാണ് ചോദിച്ചിട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബോംബെ സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ആരാണ്? വില്യം ജോൺസ് ആണ് കേട്ടോ. വില്യം ജോൺസ്.
അടുത്തത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ഏത് സഭയിലാണ് ധനബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ലോകസഭയിലാണ് കേട്ടോ. ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അടുത്തത് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഓക്കെ, ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്. അനുച്ഛേദം നോക്കിയേ 226 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഏതാണ് 226 പ്രകാരം? നമുക്കറിയാം ഹൈക്കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്, ഹൈക്കോടതിയാണ് അല്ലെ. ഇനി നമുക്ക് ഇവിടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദമാണ് ഏതാണ്? അനുച്ഛേദം 32 പ്രകാരമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. അടുത്തത് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച് ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് കേട്ടോ. വോട്ടിംഗ് പ്രായം എന്താ പറഞ്ഞിട്ടുള്ളത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ്. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 61 ഭേദഗതിയാണ് കേട്ടോ. 61 ഭേദഗതിയാണ്. ഓക്കെ, 61 അമെന്റ്മെന്റിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിലാണ്. ഈ ലിസ്റ്റ് ഒക്കെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് പ്രസ്താവന? ശരിയായിട്ടുള്ളത് ഏതാണ്? ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. സ്ഥിരം സഭ എന്നറിയപ്പെടുന്നതും രാജ്യസഭ ആണ് കേട്ടോ. 5 വർഷമാണ് സഭയുടെ കാലാവധി എന്നുള്ളതും സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു എന്നുള്ളതും തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് അതിൽ തെറ്റായിട്ടുള്ളത്? മൂന്നാമത്തേതിൽ എന്താണ് തെറ്റിട്ടുള്ളത്? 6 വർഷമാണ് കേട്ടോ. 6 ഇയേഴ്സ് ആണ് രാജ്യസഭയുടെ കാലാവധി. എത്രയാണ്? 6 വർഷമാണ്. അതുപോലെ സ്പീക്കർ അധ്യക്ഷൻ വഹിക്കുന്നു എന്നുള്ളതാണ് എന്താണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ചെയർമാൻ ആണ് അധ്യക്ഷൻ വഹിക്കുന്നത്. ചെയർമാൻ ആണ് അധ്യക്ഷൻ വഹിക്കുന്നത്. ഓക്കെ, സ്പീക്കർ അല്ല. 5 വർഷമല്ല, 6 വർഷമാണ്. ചെയർമാൻ ആണ് അധ്യക്ഷൻ വഹിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. സ്ഥിരം സഭ എന്നറിയപ്പെടുന്നു, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ, വിയറ്റ്നാം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് കേട്ടോ. ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? 2025 മെയ് 2 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2025 മെയ് 2-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, JD വാൻസ് ആണ് കേട്ടോ. JD വാൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് കേട്ടോ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് കേട്ടോ. ചോദിച്ചാൽ മലയാളി ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, VP മേനോൻ ആണ് അല്ലെ. VP മേനോൻ. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരെന്നാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരെന്നാണ്? ഓപ്ഷൻ ബി, ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. ഗുൽസാരിലാൽ നന്ദയാണ്. ഓക്കെ, അടുത്തത്, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് 1954 ഇയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പഠിക്കണേ. 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏതു രാജ്യവുമായിട്ടാണ്? ഏത് രാജ്യവുമായിട്ടാണ്? ഓപ്ഷൻ സി, ചൈന ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി, ചൈന. 21ാമത്തെ ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമുക്കറിയാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനമാണ് ചോദിച്ചത്. എന്താണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതെന്നാണ്?
പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വാരാണസി കേട്ടോ. വാരണാസി. അടുത്തത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളുമാണ് ശരിയായ ജോഡി ഇതിൽ നിന്ന് എടുത്തെഴുതാനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത് കേട്ടോ. അതായത് നമുക്ക് നോക്കാം. ഹിരാക്കുഡ് മഹാനദിയാണ്. പിന്നെ അടുത്തത് ഏതാ പറയുന്നത്? സർദാർ സരോവർ നർമ്മദാണ്. കൃഷ്ണരാജ സാഗരം നമുക്കറിയാം കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരി. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതെന്നാണ്? ഓപ്ഷൻ എ അഗസ്ത്യമലയാണ്. അടുത്തത് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണെന്നാണ്? ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ഓപ്ഷൻ ഡി കൊല്ലം ചെങ്കോട്ടാണ് കേട്ടോ. കൊല്ലം ചെങ്കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതാണ്. അപ്പൊ സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 4ഉം സവിശേഷതകൾ അല്ല എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു എന്നുള്ളതും അതുപോലെ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? 4മത്തത് നിരപ്പായ താഴ്വരകളാൽ ദൂണുകൾ കാണപ്പെടുന്നതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഈ 2 പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ഹിമാദ്രിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. ബാക്കിയൊക്കെ ഒന്ന് നോക്കാം. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. അതുപോലെ മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ. ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ലോകത്തിൽ ഏറ്റവും മഴ ലഭ്യമാകുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്ന മേഘാലയയിലെ മൗസിൻറാം ആണ് കേട്ടോ. മൗസിൻറാം ഹിമാദ്രിയിലല്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന തെറ്റായിട്ടുള്ളത്. മൗസിൻറാമിലാണ്. അതുപോലെ നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു ഹിമാചലിനും അതുപോലെ ശിവാലിക്കിനും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് ദൂണുകൾ കാണപ്പെടുന്നത്. ഹിമാദ്രിയിലല്ല. ഓക്കെ, ഹിമാചലിനും ശിവാലിക്കിനും ഇടയിലുള്ള പ്രദേശങ്ങളാണ്. അടുത്തത് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇതിന് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബി ആയിരുന്നു. അതായത് നല്ലളം എന്നായിരുന്നു. എന്നാൽ ഫൈനൽ ആൻസർക്ക് വന്നപ്പോ എന്താണ് ആൻസർ? ബ്രഹ്മപുരാണ് കേട്ടോ. ആൻസർ മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരം. അടുത്തത് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ചോദിക്കാം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ്. അവയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ക്രമം. അതായത് നോക്കാം. 1 പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പഠിക്കാനുള്ളതാണ്. പാമ്പാടും ചോലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടും ചോലാണ്. അതുപോലെ മതികെട്ടാൻ ചോല 2023 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല ഇതൊക്കെ 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം നീലഗിരിദാർ എന്നറിയപ്പെടുന്നു കേട്ടോ. നീലഗിരിദാർ. പിന്നെ സൈലന്റ് വാലി നീലഗിരി കുന്നുകളിലാണ്. ഓക്കെ. അടുത്തത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാവുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പ്രാദേശിക വാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് കേട്ടോ. ഏത് പേരിലാണ്? ലൂ ആണ് അല്ലെ. ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കണം. ലൂ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യന് എന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. അപ്പോ
ഇതില് ശരിക്കും കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ എന്നായിരുന്നു കേട്ടോ. ഓപ്ഷൻ എ, അതായത് 1, 3, 4 ശരിയാണെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പ്രസ്താവനകളും പെരിയാർ നദിയെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. പക്ഷേ 1, 2, 3, 4 എന്നുള്ള ഒരു ഓപ്ഷന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത്. 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ നദിയുടെ പോഷക നദിയാണ്. ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. അടുത്തത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ ടൈഗർ റിസർവ് ആണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് ഏതാണ്? പുല്ലമ്പാറാണ് കേട്ടോ, പുല്ലമ്പാറ. അടുത്തത്, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ തായ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. ഓക്കെ, ഏതാണ്? നമുക്കറിയാം, കരേവാസ് ആണ്, കരേവാസ്. അടുത്തത്, ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണെന്നാണ് കേട്ടോ. ഏതാണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയാനാണ് കേട്ടോ. തെറ്റായിട്ടുള്ളതാണ് തിരിച്ചറിയാനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 1ഉം 4ഉം തെറ്റാണെന്നുള്ളതാണ് കേട്ടോ. 1ഉം 4ഉം തെറ്റാണെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ശരിയായിട്ടുള്ളത് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണിത്, വേമ്പനാട് കായൽ. അതുപോലെ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ് കേട്ടോ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 2, 3 ശരിയായിട്ടുള്ളത് കേട്ടോ പഠിക്കാനുള്ളത്. അടുത്തത്, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ്? എന്താണ്? ഓപ്ഷൻ ബി, മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും അതുപോലെ ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി, നീണ്ടകരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയാനാണ്. കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തിരിച്ചറിയാൻ. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, 3ഉം 4ഉം ശരിയാണെന്നുള്ളതാണ്. 3ഉം 4ഉം ശരി, 1ഉം 2ഉം തെറ്റാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണെന്നുള്ളതും കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണെന്നുള്ളതും അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, അപ്പൊ കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? കുറഞ്ഞ ജില്ല ആണ് കേട്ടോ ചോദിക്കുന്നത്. ഏതാണ്? എറണാകുളം അല്ലല്ലേ? ഏത് ജില്ലയാണ്? നമുക്കറിയാം, ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ് വനഭൂമി കുറഞ്ഞിട്ടുള്ളത്. അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലല്ല, നമുക്കറിയാം എവിടാണ്? തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. ഓക്കെ, ഇപ്പൊ ഈ 2 പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ചേരുംപടി ചേർക്കാനാണ്. ഇപ്പൊ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നോക്കാം, കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം ഉള്ളത്.
ആലപ്പുഴ. അതുപോലെ നമുക്കറിയാം എന്താണ് ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡാണ്. അതുപോലെ പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ്. പഠിക്കണം. ഇത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്താനാണ് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 2, 4 ശരിയാണെന്നുള്ളതാണ് കേട്ടോ. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക എന്നുള്ളതും രക്തഹരിത വിപ്ലവം ഇംഗ്ലണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തെറ്റായിട്ടുള്ളത് നോക്കാം. ബോക്സർ കലാപം അമേരിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സർ കലാപം എന്താണ്? ചൈനയാണ്. പിന്നെന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെയായിരുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഫ്രഞ്ച്. അടുത്തത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? കോകില സന്ദേശത്തിലാണ്. കോകില സന്ദേശം. ഇതൊക്കെ SCERT ഫാക്ട് ആണ്. അടുത്ത 47ാമത്തത് ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചതാണ് കേട്ടോ. ഉപരിതലത്തിൽ നിന്നും, അതായത് പുറത്ത് നിന്ന് അകത്തേക്ക് എന്നുള്ള, അതായത് ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന തരത്തിൽ എന്ന ക്രമീകരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നോക്കാം. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അടുത്തത് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്താനാണ് കേട്ടോ. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1, 4 അതുപോലെ 6 തെറ്റാണ്. 1, 4, 6 തെറ്റാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളത് ശരിയാണ് കേട്ടോ. ഇനി 5ാമത്തത് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുണ്ട്. അപ്പൊ ഇതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 1, 4, 6 ആണ് അല്ലെ. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്ക് അധികാരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ വിഭജിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനാണ് കൂടുതലുള്ളത്. അതിന് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അതുപോലെ പിന്നെ കൊടുത്തിട്ടുള്ള എന്താണ്? 4ാമത്തത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അത് തെറ്റാണ് കേട്ടോ. നമുക്ക് ദേശീയ പൗരത്വം മാത്രമാണുള്ളത്, സംസ്ഥാന പൗരത്വമില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 6ാമത്തെ പ്രസ്താവനയിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അതായത് ജനാധിപത്യ രാജ്യമാണല്ലേ ഇന്ത്യ. അപ്പൊ ഈ ഒരു ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് മേൽ എന്താണ്? ഭരണഘടനയുടെയും അതുപോലെ നിയമത്തിന്റെയും ഇതുപോലെ ജനങ്ങളുടെയും ഒക്കെ നിയന്ത്രണമുണ്ട്. അപ്പൊ ഈ ഒരു പ്രസ്താവനയും തെറ്റാണ്. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിലാണ് അന്തരിച്ചത്. വാൽകിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തനാണ്? ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഏതാണ്? ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ് വാൽകിൽമർ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് കേട്ടോ. അപ്പൊ ഏതാണ് സംസ്ഥാനം? സുഭദ്ര പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് സുഭദ്ര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഒഡീഷ ഇമ്പോർട്ടന്റ് ആണ്. പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേത് പിന്നെ സംസ്ഥാനത്താന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ശാസ്താംപാറയാണ് കേട്ടോ. ശാസ്താംപാറ. അടുത്ത ക്വസ്റ്റ്യൻ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാ? ഫംഗസ് ആണ് കേട്ടോ. ഫംഗസ്. അടുത്തത് നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം.
നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതെന്നാണ്. ഓക്കെ, ഏതാണ് നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി കുരുമുളകിലാണ് ട്ടോ, കുരുമുളക്. 55-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ചോദിച്ചത്. അത് ആൻസർ ഹൈപ്പോതലാമസ് ആണ് വരുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യന് ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ. അതായത് ആന്തര സമസ്ഥിതി പാലത്തിനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, പാലനത്തിനെ എന്നാണ് വേണ്ടത്. അതുപോലെ ഹൈപ്പോതലാമസ് എന്നുള്ളത് എന്താണ് ഹൈപ്പോതലാമസ് എന്നാണ് വേണ്ടത്. ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് കേട്ടോ. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം. അടുത്ത 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കേട്ടോ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ആണല്ലേ. തിരുവനന്തപുരം ശ്രീകാര്യാണ്. അടുത്തത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതെന്നാണ്? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. 58-ാമത്തത് സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണെന്നാണ് കേട്ടോ. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ്. അടുത്തത് 59-ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കൂടിയാട്ടമാണ്, കൂടിയാട്ടം. അത് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. കോൺവെക്സ് ദർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പ്രസ്താവന 2ഉം 4ഉം ആണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ എന്താണ്? പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണിവ. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളുമാണ്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇലക്ട്രോൺ ജെ തോംസൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രോൺ ജെ തോംസൺ. ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുത്തുള്ളത് കേട്ടോ. പ്രോട്ടോൺ റുദർഫോർഡ് എന്നുള്ള, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഇവ ഏതിൽ നിന്നാണ്? നമുക്കറിയാം, സിങ്ക് കലാമിൻ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. പ്രസ്താവന, ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് മൂലകത്തെ പറ്റിയിട്ടുള്ള പ്രസ്താവനയാണ്? ഹൈഡ്രജൻ ആണല്ലേ. ഇനി അടുത്തത് താപപ്രേഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അതായത് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് 65-ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? നമുക്കറിയാം, ക്വാണ്ടം ഡോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്താണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 67-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഇതില് ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. സുന്ദർലാൻഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തത് സുന്ദർലാൻഡ് എന്നായിരുന്നു. പക്ഷെ സുന്ദർലാൻഡ് എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നിക്കോബാർ ദ്വീപുകൾ സുന്ദർലാൻഡ് ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത്
68ാമത്തെ ക്വസ്റ്റ്യൻ, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി പ്രോട്ടോസോവയാണ് ട്ടോ. അടുത്തത് വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ പരിശോധന ഏത് രോഗിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? സാൽമണല്ല ടൈഫാണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? ഫാഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ലിംഫോസൈറ്റ് ആണ് ട്ടോ. ഓപ്ഷൻ സി ആണ് മോണോസൈറ്റ് ആണ്. അതായത് രോഗകാരിയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റ്സ് നമുക്കറിയാം. അപ്പോൾ ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. അടുത്തത്, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ് ആണ് ട്ടോ. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താ? ലെപ്റ്റോസ്പൈർ ആണ്. അടുത്തത്, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് BCG. അടുത്ത, രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി 9 to 11 mg വരെയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥിരപാളി ഏതാണ്? ഓപ്ഷൻ സി മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? നമുക്കറിയാം കെ ആണ്. കട്ടപിടിക്കാൻ കെ, ജീവകം കെ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനാണ് ട്ടോ കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് മിഠായി. അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതെന്നാണ്? ഓപ്ഷൻ സി നെയ്ഗ്ലേരിയ ഫൈലേരിയ ആണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 80ാമത്തെ ക്വസ്റ്റ്യൻ, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരാണ് ട്ടോ. പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഇനി ഇവിടെ അടുത്ത 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സിന്ന് വരുന്നതാണ്. അപ്പൊ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല. അതിനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്, അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.